ശ്രീലങ്കയിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ 59% വോട്ടുമായി ശ്രീലങ്കയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റ് അധികാരത്തിലേക്ക് എത്തുന്നു എന്നാണ് സൂചനകൾ. വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഉടനെ തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ 2022 മരുന്നും ഇന്ധനവും അടക്കം അത്യാവശ്യ വസ്തുക്കൾക്ക് ക്ഷാമം നേരിട്ടതും അതോടെ നിയന്ത്രണം കൈവിട്ട ജനം പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറിയതുമെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ശ്രീലങ്കൻ ജനത. സെപ്റ്റംബർ 21 നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിധി എഴുതിയതും പുതിയൊരു ജീവിതത്തിന് വേണ്ടിയാണ്, ഒരു നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ടാണ്. പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് നയിക്കുന്ന ഇടതുപക്ഷ ചായ്വുള്ള നാഷണൽ പീപ്പിൾസ് പവർ സഖ്യത്തിന് കീഴിൽ ജനതാ വിമുക്തി പെരമുനയുടെ സ്ഥാനാർത്ഥിയാണ് അനുര കുമാര ദിസ്നായകെ. 2019 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 3% വോട്ട് മാത്രം നേടിയ അനുര ദിസ്നായകെ ഇന്ന് യുവ വോട്ടർമാരുടെ പിന്തുണ കൊണ്ട് അതീവ ശക്തനായി മാറിയിരിക്കുകയാണ്. റനിൽ വിക്രമസിംഗെ, സജിത് പ്രേമദാസ്, അനുര കുമാര ദിസ്നായകെ എന്നിവർ തമ്മിലുള്ള ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. 50% ഭൂരിപക്ഷ വോട്ട് ആരും നേടിയില്ലെങ്കിൽ വിജയിയെ നിശ്ചയിക്കുക മുൻഗണനാ വോട്ടുകൾ വഴിയാകും. ഇപ്പോൾ ശ്രീലങ്കയുടെ ആദ്യ മാർക്സിസ്റ്റ് പ്രസിഡന്റാകാൻ ഒരുങ്ങുകയാണ് അനുരകുമാര ദിസ്നായകെ. വെറും 23% വോട്ട് നേടി പ്രതിപക്ഷ നേതാവായ സജിത് പ്രേമദാസ 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. താൽക്കാലിക പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ആദ്യ റൗണ്ട് വോട്ടെണ്ണിൽ ആർക്കും 50%-ലേറെ വോട്ട് ലഭിച്ചില്ലെങ്കിൽ റൺ ഓഫിലേക്ക് നീങ്ങും. ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്ന സ്ഥാനാർത്ഥികൾ നേടുന്ന 2ാം വോട്ട് ഈ ഘട്ടത്തിൽ എണ്ണി വിജയിയെ തീരുമാനിക്കും. 2022 ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 75% പേർ വോട്ട് ചെയ്തിരുന്നു. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയായിരുന്നു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി എല്ലാവരും ഉയർത്തിക്കാട്ടിയത്. ന്യൂനപക്ഷ തമിഴ് മുസ്ലിം സമുദായങ്ങൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ നിർണായക ശക്തിയാണ്. എങ്കിലും മത്സരിക്കുന്ന പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം സിംഹളർ തന്നെയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അന്നത്തെ പ്രസിഡന്റ് ഗോട്ടാബയ രാജപക്സെ നാടുവിട്ടിരുന്നു. ഇതിനെ തുടർന്ന് നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് ഇത്. 38 സ്ഥാനാർത്ഥികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ശ്രീലങ്കൻ ഗവേഷണ ഏജൻസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പോളിസി ഓഗസ്റ്റിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ അനുരകുമാര ദിസ്നായകയ്ക്കാണ് മുൻതൂക്കം ലഭിച്ചിരുന്നത്. 2022 ഗോട്ടബയ രാജപക്സെ സർക്കാരിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാവെന്ന നിലയിൽ യുവാക്കൾക്കിടയിൽ ദിസ്നായകയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. ദിസ്നായകയുടെ ജനതാ വിമുക്തി പെരമുന അഴിമതി തുടച്ചു നീക്കുക, സ്വകാര്യവൽക്കരണം പുനഃപരിശോധിക്കുക, ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ക്ഷേമ പദ്ധതികൾ വ്യാപിപ്പിക്കുക തുടങ്ങിയ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തീവ്ര ഇടതു പാർട്ടിയിൽ നിന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയായി രൂപം മാറിയ പാർട്ടിയാണ് ജനതാ വിമുക്തി പെരമുന. ശ്രീലങ്ക ഇപ്പോഴും ശാന്തമാണെന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. ഇന്നലെ രാവിലെ 7 മണിക്ക് തുടങ്ങിയ വോട്ടെടുപ്പിൽ 17 ലക്ഷത്തിലധികം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. വൈകുന്നേരം 4 മണിക്ക് വോട്ടെടുപ്പ് അവസാനിപ്പിച്ചപ്പോൾ വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ 85 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.